നമ്മുടെ ആദില നൂറ അനുവുമായിട്ടുള്ളൊരു സംഭാഷണമാണ് ലൈവിൽ ഇപ്പോൾ കാണുന്നത്. ആദില നമ്മുടെ അനുമോളുടെ അടുത്ത് നൂറേൻ്റെ അടുത്തൊക്കെ സമ്മതിച്ചു കൊടുക്കുകയാണ്. ആദിലയാണ് ഇതെടുത്ത് പാവകളെയൊക്കെ അക്ബറിൻ്റെ അടുത്ത് മാറ്റിയെന്നുള്ളത്. അതിൻ്റെ നൂറ പറയുന്നുണ്ട് എന്തൊരു അഭിനയമാണ് ഇവളുടെ, എന്നിട്ട് അവരുടെ മുന്നിൽ. അപ്പം നമ്മുടെ അനുമോള് പറയുന്നുണ്ട്, നിനക്ക് ജീവിതത്തിൽ നന്നായിട്ട് അഭിനയിക്കാൻ അറിയാമല്ലേ, അല്ലാതെ അഭിനയിക്കാൻ അറിയില്ല. പക്ഷേ എനിക്കങ്ങനെയല്ല, എനിക്ക് ജീവിതത്തിൽ ഒട്ടും അഭിനയിക്കാൻ അറിയില്ല, പക്ഷേ ഞാൻ അല്ലാതെ നന്നായിട്ട് അഭിനയിക്കും. അപ്പം നൂറ പറയുന്നുണ്ട് നിന്നെയാണ് എല്ലാവർക്കും ഡൗട്ട്. അപ്പോൾ അനുമോള് പറയുന്നുണ്ട് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തിക്കോട്ടെ, ഞാനാ എടുത്തതെന്ന് പറഞ്ഞോട്ടെ. അതിനുശേഷം അനുമോള് പറയുന്നുണ്ട് നീ എന്തുകൊണ്ടാണ് ആ പാവയെ സ്റ്റോർ റൂമിൽ വെക്കാതിരുന്നത്, നീ എടുത്തിട്ട് എന്തിനു വേറെ എവിടെയെങ്കിലും കൊണ്ട് വെച്ചത്, അത് സ്റ്റോർ റൂമിൽ ബാക്കി പാവകളുടെ കൂടത്തിൽ കൊടുത്തുവിടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ആദില പറയുന്നുണ്ട് അത് അക്ബറിൻ്റെ പാവയും കൂടെ ചേർത്തിട്ടാണ് എനിക്ക് അത്രയും കൗണ്ട് വന്നത്, എനിക്ക് ശരിക്കും അത്രയും ഉണ്ടായിരുന്നില്ല, ഞാൻ ഇടയ്ക്ക് സിക്കായി പോയില്ലേ, എനിക്ക് അത്രയും കൗണ്ട് ഉണ്ടായിരുന്നില്ല, അക്ബറിൻ്റെ പാവയും കൂടെ ഞാൻ എടുത്തിട്ടാണ് എനിക്ക് അത്രയും കൗണ്ട് വന്നതെന്ന് ആദില അനുവിൻ്റെ അടുത്ത് പറയുകയാണ്. അതിനുശേഷം പറയുകയാണ് ഞാൻ അവിടെ നിന്ന സമയത്ത് എനിക്ക് ഒട്ടും ഭാവ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ആ ടൈമിൽ ആര്യനും കൂടി ഇടിച്ച് കയറി, അപ്പം എനിക്ക് ഭയങ്കര വാശിയായി. അപ്പം ഈ അസുഖം വരുന്നുണ്ടെന്നും എനിക്ക് വൊമിറ്റ് ചെയ്യാൻ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞത് ഞാൻ വെറും കള്ളത്തരം പറഞ്ഞതാണ്, പാവ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കള്ളത്തരം പറഞ്ഞത് എന്നൊക്കെ ആദില പറയുന്നുണ്ട്. അപ്പം നമ്മളെ നൂറ പറയാണ് ഇവളെ വാശി കെട്ടിക്കഴിഞ്ഞാൽ ഇവൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അതിനുശേഷം ആദില പറയാണ് ഈ അക്ബർ വന്നിട്ടുണ്ടല്ലോ എൻ്റെ അടുത്ത് വന്നിരുന്ന് കരയാണ്, വിഷമിക്കുകയാണ്, കള്ളിയോടാണ് അവൻ്റെ കുമ്പസാരം. അപ്പം അനു ചോദിക്കുന്ന അക്ബർ കരഞ്ഞോ, അപ്പോൾ അതിൽ പറയുന്നുണ്ട് അക്ബർ കരഞ്ഞു. അപ്പോഴത്തേക്ക് അനു പറയുന്നത് അത് ചുമ്മാ ഡ്രാമയാണ്. എന്തായാലും എല്ലാവർക്കും ഡൗട്ടുള്ളത് അനുമോളെയാണ്, ആദില എടുത്തെന്നുള്ളത് അവിടെ ആർക്കും അറിയത്തില്ല. ഇനി വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന് കാണിക്കുമ്പോൾ മാത്രമേ മനസ്സിലാവത്തുള്ളൂ ഇതൊക്കെ ചെയ്തത് ആദിലയാണെന്ന്. അനുവിനെ കുറ്റപ്പെടുത്തിയും പഴിച്ചുമാണ് അവിടുത്തെ വീട്ടുകാരൊക്കെ അവിടെ ഇരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം ഇനി എന്താണ് അടുത്തത് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത്. അനു അതിൻ്റെ അടുത്ത് പ്രത്യേകം പറയുന്നുണ്ട്, എടി എൻ്റെ അടുത്ത് ഇങ്ങനത്തെ കള്ളത്തരങ്ങളൊന്നും കാണിച്ച് കളയല്ലേ, ഇവളെ കുടിച്ച വെള്ളത്തിൽ ഇനി വിശ്വസിക്കാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ.